ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തുടരുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഷാജഹാൻ, 2 ദിവസമായി CPI സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ്, ഇപ്പോൾ സമ്മേളനം എന്താണ് സമ്മേളനത്തിന്റെ വിവരങ്ങൾ? പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പാർട്ടി സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി എത്തും. അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും വീണ്ടും 3 വർഷക്കാലത്തേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ 100 പേരാണ്. പകരം പ്രതിനിധികൾ 10 പേര്, കൺട്രോൾ കമ്മീഷൻ 9 പേര്, സംസ്ഥാന കൗൺസിൽ അംഗം 100 പേര്, കാൻഡിഡേറ്റ് അംഗങ്ങൾ 10 പേര്, അങ്ങനെ മൊത്തത്തിൽ പ്രതിനിധികളെയും ഭാരവാഹികളെയും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പുതിയ സംസ്ഥാന സെക്രട്ടറി, അതായത് നിലവിലെ സംസ്ഥാന സെക്രട്ടറി തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ബിനോയ് വിശ്വം അടക്കമുള്ള ഭാരവാഹികളുടെ ഒക്കെ തന്നെ പത്രസമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. എന്തായാലും ഇന്ന് വൈകിട്ട് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് 3 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിക്കുക. വൈകിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള സമ്മേളനമായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് 43 വർഷത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് വന്ന സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് സമ്മേളനത്തിന് സമാപനം കുറിക്കുക. അല്പസമയത്തിനകം പുതിയ സെക്രട്ടറിയും ഭാരവാഹികളും മാധ്യമങ്ങളെ കാണും. ശരി, ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരും. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.